റഹീസ്, മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ നിർണായക വിവരങ്ങളാണല്ലോ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഫണ്ടിന്റെ അത്യാവശ്യത്തെക്കുറിച്ച് ചർച്ച നടന്നാൽ തീരുമാനം നീളും എന്ന് മുഖ്യമന്ത്രി ബിനോയ് വിശ്വത്തെ അറിയിക്കുമ്പോൾ കരാറിൽ നിന്ന് പിന്മാറാതെ വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് ബിനോയ് വിശ്വം മറുപടി നൽകുകയും ചെയ്തിട്ടുണ്ടെന്ന് അറിയുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത് ചർച്ച തുടരാം, പക്ഷേ കടുത്ത തീരുമാനങ്ങൾ എടുക്കരുത്. അതുകൊണ്ട് തന്നെയായിരിക്കണം ബിനോയ് വിശ്വം മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കാനുള്ള തീരുമാനം പരസ്യമായി സമ്മതിക്കാത്തതും, അല്ലേ? വിനിത, അങ്ങനെയാണ്. ചർച്ചകൾ തുടങ്ങിയ സമയത്ത് തന്നെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടി വരും എന്ന് മുഖ്യമന്ത്രി ഒരു നിലപാടായി തന്നെ പറഞ്ഞു. പക്ഷേ അതിനകത്ത് CPI ഉന്നയിക്കുന്ന സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാക്കുന്ന പാഠപുസ്തകമടക്കമുള്ള കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് കേന്ദ്രമായി സംസാരിക്കാം. CPIയുടെ ആശങ്ക പ്രധാനമായി തന്നെ എടുത്ത് മുന്നോട്ട് പോയി തുടർ ചർച്ചകൾ നടത്താം എന്ന ഒഴുക്കൻ മറുപടിയാണ്, അല്ലെങ്കിൽ ഒഴുക്കൻ കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതിൽ മുഖ്യമന്ത്രി പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ CPI ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യണം. ചർച്ചകൾ, അതായത് CPIയുമായി ചർച്ചകൾ നടത്താതെ PM ശ്രീ കരാറിൽ ഒപ്പുവെച്ചത് CPI എന്ന രാഷ്ട്രീയ പാർട്ടിയെ അപമാനിക്കുന്നതിന് വേണ്ടിയല്ല. പക്ഷേ CPIയുമായി ഒരു ഉഭയകക്ഷി ചർച്ചയോ മന്ത്രിസഭയിലെ ചർച്ചകളോ നടക്കുകയാണെങ്കിൽ ഈ കരാറിൽ ഒപ്പിടുന്നത് നീണ്ടുപോകും. അതായത് CPIയുമായി ചർച്ചകൾ നടത്തുകയായിരുന്നെങ്കിൽ കരാറിൽ ഇത്ര പെട്ടെന്ന് ഒപ്പിടാൻ പറ്റില്ലായിരുന്നു. വേഗത്തിൽ ഒപ്പിടേണ്ട ഒരു സാഹചര്യം സംസ്ഥാനത്തിനുണ്ടായിരുന്നു. ഒപ്പിടാതെ പണം തരില്ല എന്ന നിലപാട് കേന്ദ്രം ഷഡിക്കുകയാണ്. പലതവണ പല തരത്തിൽ കേന്ദ്രവുമായി ചർച്ചകൾ നടത്തി നോക്കി. KV തോമസ് അടക്കമുള്ള ആളുകളുമായി ചർച്ചകൾ നടത്തി നോക്കി. പക്ഷേ അവർ ഒപ്പിടാതെ 1 രൂപ തരില്ല എന്ന നിലപാടിൽ നിൽക്കുകയായിരുന്നു. സംസ്ഥാനത്തിന് ഫണ്ട് അത്യാവശ്യമാണ്, അതുകൊണ്ട് മാത്രമാണ് ഒപ്പിട്ടത് എന്ന കാര്യം പറഞ്ഞു. ഈ സമയത്ത് ബിനോയ് വിശ്വം കരാറിൽ ഒപ്പിട്ട തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങാതെ CPI ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചക്കില്ലെന്ന് കൃത്യമായി തന്നെ പറയുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി തുടർ ചർച്ചകൾ നടത്താമെന്നും അതെപ്പോഴാണെന്ന് അറിയിക്കാമെന്നും അതുവരെ ഒരു കടുത്ത തീരുമാനം CPI എടുക്കരുത് എന്ന ആവശ്യം ബിനോയ് വിശ്വത്തിന് മുമ്പിൽ വെച്ചത്. പക്ഷേ ബിനോയ് വിശ്വം അതിന് കൃത്യമായ മറുപടി പറഞ്ഞില്ല. അതിനുശേഷം ചേർന്ന CPIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം, നമുക്ക് ഏറ്റവും പുതുതായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്, സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തീരുമാനിച്ചത് അടുത്ത മന്ത്രിസഭാ യോഗം മാത്രമുള്ള ബഹിഷ്കരണമല്ല, കരാറിൽ നിന്ന് പിൻവാങ്ങുന്നത് വരെ മുഴുവൻ മന്ത്രിസഭാ യോഗങ്ങളും ബഹിഷ്കരിക്കാനാണ് തീരുമാനിച്ചത്. അങ്ങനെ ഒരു തീരുമാനം സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അതിന് എക്സിക്യൂട്ടീവ് ഇന്ന് അനുമതിയും നൽകിയതാണ്. പക്ഷെ അത് പുറത്തു പറയാതിരുന്നതാണ്. മറ്റന്നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുക്കേണ്ട എന്ന് പുറത്തു പറഞ്ഞാൽ നാളെ ഒരു സമവായ ചർച്ച നടത്തി ആ ചർച്ച സക്സസ് ആവുകയാണെങ്കിൽ പ്രശ്നമാകും. കാരണം നാളത്തെ ചർച്ച സക്സസ് ആവുകയാണെങ്കിൽ മറ്റന്നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ 4 മന്ത്രിമാർക്കും പങ്കെടുക്കേണ്ടി വരും. അത് ഒഴിവാക്കാനാണ് മാധ്യമങ്ങളോട് പറയാതിരുന്നത്. 4-ാം തീയതി ചേരുന്ന സംസ്ഥാന കൗൺസിലും പിന്നാലെ ചേരുന്ന എക്സിക്യൂട്ടീവും സെക്രട്ടേറിയറ്റും വരെയാണ് CPIന് മുമ്പിൽ കൊടുത്തിരിക്കുന്ന ഒരു അന്ത്യശാസനം. അതിനിടയിൽ ചർച്ചകൾ നടത്തി പരിഹരിക്കുകയാണെങ്കിൽ പരിഹരിക്കണം, ഇല്ലെങ്കിൽ 4-ാം തീയതി ഈ കരാറിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം എന്ന് സർക്കാർ എടുക്കുന്നോ അന്ന് വരെ 4 മന്ത്രിമാരും മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുമെന്ന തീരുമാനം ബിനോയ് വിശ്വം പരസ്യമായി പ്രകടിപ്പിക്കാനാണ് ഇന്ന് ചേർന്ന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിരിക്കുന്നത്. വിനിത, ശരി, കടുത്ത നിലപാട് തന്നെയാണ് CPI എടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ചർച്ച പരാജയം എന്ന് സമ്മതിക്കുകയാണ് ബിനോയ് വിശ്വം.